Ladies and gentlemen, ഞാനൊരു ഷടപടയെന്ന ഒരു വീഡിയോ എടുക്കാൻ വന്നതാണ്. സംഭവം വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓണറിൻ്റെ മാജിക് 8 പ്രോയെ പറ്റിയാണ്. ചൈന എക്സ്ക്ലൂസീവ് ആയ ഫോൺ ആയതുകൊണ്ടാണ് ഷടപടയെന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചത്. ബിക്കോസ് ഈ സാധനം മേടിക്കണമെങ്കിൽ നമ്മുടെ സാഹിൽ ഭായിയുടെ അക്കൗണ്ട് ഞാൻ ഇട്ടേക്ക്. നിങ്ങൾക്ക് ദുബായിലുള്ളവരോ ഇന്ത്യയിലാണെങ്കിൽ ഭയങ്കര കാശ് കൊടുക്കേണ്ടി വരും. ദുബായിലുള്ളവരാണെങ്കിൽ 3000 സംതിങ് ദർഹം ആവത്തുള്ളൂ. പുള്ളിയുടെ സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോൺ കരസ്ഥമാക്കാവുന്നതാണ്. Good morning, ladies and gentlemen. Welcome to your favorite എല്ലാ ചൈനീസ് ഫോൺസിനെ പോലത്തുള്ള എല്ലാ പ്രശ്നങ്ങളും ഇതിലും ഉണ്ട്. ജെമിനി, അതായത് ഗൂഗിൾ ജെമിനി സപ്പോർട്ടില്ല. രണ്ടാമത്തെ കാര്യം, വാട്സാപ്പിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ പക്കയായിട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല, അത് നോട്ടിഫിക്കേഷൻ തരത്തില്ല. സോ അങ്ങനത്തെയൊക്കെ ഞാൻ ഈ എല്ലാ ചൈന ഫോണിനെ പറ്റി പറയുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ ഫോണിലും ഉണ്ട്. എന്തായാലും പെട്ടിയിനകത്ത് നമുക്കൊരു 80 വാട്ടിൻ്റെ ചാർജറും ഒരു കേസും പിന്നെ ഒരു വയറും സിം ഇജക്റ്റിംഗ് ടൂളുമാണ് വരുന്നത്. ഇതാണ് കേസ് കേട്ടോ. ഇങ്ങനത്തെ ഒരു മറ്റേ ഇവിടെ സൈഡില്ലാത്ത കേസാണ് തരുന്നത്. ബിക്കോസ് സ്ലിം ഫോൺ ആയതുകൊണ്ട് അവരങ്ങനെ ഒരു പരിപാടിയാണ് പിടിച്ചേക്കുന്നത്. പക്ഷേ നമുക്ക് 80 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. ഇതാണ് ഫോണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ നമ്മുടെ ഐഫോൺ എയർ പോലെ തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ ലുക്ക് വരുന്നത്. ഐഫോൺ എയറിൽ ഇവിടെ ഗ്ലാസ് ബാക്ക് ആണെങ്കിൽ ഇവിടെ ഗ്ലാസ് ബാക്ക് അല്ല, മെറ്റാലിക് ബാക്കാണ് അവർ കൊടുത്തേക്കുന്നത്. കുറച്ചും കൂടെ ഗ്ലാസ് ബാക്ക് ആക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ പ്രീമിയം ഫീൽ വന്നേനെ. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ് കൂടും. ഗ്ലാസ് ആകുമ്പോൾ വെയിറ്റ് കൂടും. ഇതിലില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഫോണിലുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ക്യാമറ, പിന്നെ വെയിറ്റ് കുറച്ചും കൂടെ കുറവാണ്. 155 ഗ്രാംസേ ഉള്ളൂ. 165 ഗ്രാമാണ് എൻ്റെ ഫോൺ വരുന്നത്. നമുക്ക് പിന്നെ 6.5 ഇഞ്ചസാണ്, 6.3 ഇഞ്ചസാണ് വരുന്നത്. നമുക്ക് സ്റ്റീരിയോ സ്പീക്കർ ഇതിൽ വരുന്നുണ്ട്. നമുക്കിതിൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്നില്ല. നമുക്കിതിൽ പിന്നെന്താ, ഇതിൽ സിം കാർഡ് ഇടാൻ പറ്റും. ഇതിൽ സിം കാർഡ് ഇടാൻ പറ്റത്തില്ല. USB 2.0 ആണ്. പിന്നെ ആപ്പിളിൻ്റെ കേസ് അറിയാമല്ലോ. പിന്നെ ഇതിൻ്റെ അതിരിക്കുന്ന ചിപ്സെറ്റ് വേറെയാണ്. ഇതിൻ്റെ അതിരിക്കുന്ന ചിപ്സെറ്റ് ഡിമെൻസിറ്റി 9500 ഒരു ചിപ്സെറ്റാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ചിപ്സെറ്റാണ് ഡിമെൻസിറ്റിയിൽ. ഇതിൽ സിനിമാറ്റിക് മോഡില്ല. പിന്നെ ഇതിൽ സ്റ്റീരിയോ സ്പീക്കറില്ല. ഇതിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങളില്ലടേ. ബാറ്ററി ഇല്ല. ഇതിൽ 5500 mAh ബാറ്ററിയാണ് ഇരിക്കുന്നത്. സോ അപ്പം നമുക്കിവിടെ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ആപ്പിൾ ഒരു ക്യാമറയും കൂടെ വെച്ചിരുന്നെങ്കിൽ ഞാൻ ഈ ഫോണുമായിട്ടേ നടക്കത്തുള്ളൂ. ഇതെൻ്റെ എല്ലാം കൂടെ ഒരു ഫോണിൻ്റെ അത്രയേ ഉള്ളൂ. ഒന്ന് ആലോചിക്കുകയാണ്. ഇത് 5.6 ഇഞ്ചും ഇത് 6.1 ഇഞ്ചുമാണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. ആപ്പിൾ തന്നെയാണ് തിക്നെസ്സിൻ്റെയും പ്രീമിയർ ക്വാളിറ്റീൻ്റെ ഒക്കെ രീതിയിൽ നമുക്ക് ഈ പോളിഷ്ഡ് ടൈറ്റാനിയം ഒക്കെ വരുന്ന സമയത്ത് കാണാനൊക്കെ ലുക്ക് നമ്മൾ ഐഫോൺ തന്നെയാണ്. ഇതിൽ ഞാൻ പറയേ, ഇതിൻ്റെ ഒരു യൂസ് സിനാരിയോ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ആൻഡ് നിങ്ങളിപ്പോൾ ഒരു ഐഫോൺ 17 നോക്കിയാണ് എന്താ തിക്നെസ് ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ഡെയിലി ഫോണായിട്ട് ഞാനിത് മാറ്റിയിരിക്കുകയാണ്. ഈ ഓറഞ്ച് കളറൊക്കെ നല്ല വൈബ്രൻ്റ് ആയിട്ടുണ്ട്. ഫോണിൻ്റെ ഒരു പരിപാടി നൈസാണ്. നമുക്ക് ഈ മറ്റേ സാധനമുണ്ട്, അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്, ആംബുലൻറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് ഡോൾബി വിഷൻ്റെ സപ്പോർട്ട്, HDR10+, HDR10 തുടങ്ങിയ സപ്പോർട്ട് വരുന്നുണ്ട്. LTPO പാനലാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ആക്ച്വലി ഇറ്റ്സ് വെരി നൈസ് ആൻഡ് വെരി ഗുഡ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഫോണിൽ തന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഇൻഹാൻഡ് ഫീൽ ഭയങ്കര രസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ NFC വരുന്നുണ്ട്, eSIM വരുന്നുണ്ട്. പിന്നെ നമുക്ക് IP68 and 69 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് വരുന്നുണ്ട്. ഇതിൽ ഡിമെൻസിറ്റി 9500 ചിപ്സെറ്റാണ് വരുന്നത്. LPDDR5X റാം, UFS 4.1 സ്റ്റോറേജാണ് വരുന്നത്. 512 GB ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. 16 GB റാമും ആണെന്നാണ്. അതെ, 16 GB റാമും ഈ പറയുന്ന 512 ഇതുമാണ് വരുന്നത്. നമുക്ക് ഓണറിൻ്റെ എൻഹാൻസ്മെൻറ്റ് ചിപ്പ് വരുന്നുണ്ട്. നമുക്ക് അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഈ ഫോണിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇറ്റ്സ് ആക്ച്വലി പ്രിറ്റി നൈസ്. 2 കാര്യം എടുത്ത് പറയാനുള്ളത്, ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളവർ ഈ ഫോൺ എടുക്കരുത്. ഒന്ന്, ചെറിയ ഫോൺ ആയതുകൊണ്ട് തന്നെ ഹീറ്റ് ഡിസപ്പേഷൻ വളരെ സംഭവം ആയിരിക്കത്തില്ല. അതായത് നമ്മൾ കുറേ നേരം കളിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ചിപ്പിന് ത്രോട്ടിലുണ്ടാവും. അതനുസരിച്ചിട്ടുള്ള ഫ്രെയിം ഡ്രോപ്പുകൾ ഈ ഫോണിൽ ഉണ്ടാകും. നിങ്ങളൊരു കാഷ്വൽ ഗെയിമറാണ്, ഒരു അരമണിക്കൂറൊക്കെ BGMI കളിക്കുന്നവരോ അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയ ഗെയിംസൊക്കെ കളിക്കുന്നവർക്കൊക്കെ ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഹൈ എൻഡ് ഗെയിംസ് ആയിട്ടുള്ള ഗ്രിഡ് ലെജൻഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജെൻഷൻ ഇമ്പാക്റ്റ് പോലത്തെയൊക്കെ ഗ്രാഫിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഗെയിംസ് കളിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഫോൺ ചൂടാവും. ഫുൾ മെറ്റാലിക് ആയതുകൊണ്ട് നമുക്ക് ആ ചൂട് കയ്യിൽ ഫീൽ ചെയ്യുകയും ചെയ്യും. കളി തുടങ്ങി. പക്ഷേ ഞാൻ പറയാം, ഇതിൽ വോളിയം സ്റ്റീരിയോ സ്പീക്കർ ഉണ്ടെങ്കിൽ പോലും ഭയങ്കര ഹൈ വോളിയം അല്ല. അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. പിന്നെ ഈ കളിയിൽ മറ്റേ ഗെയിം നോട്ടിഫിക്കേഷനൊന്നും ഓഫ് ചെയ്യാനുള്ള പരിപാടി വരില്ലേ, അതാണ് വേറൊരു പ്രശ്നം. ഫൈനൽ റേസ്
ഞാൻ എപ്പോഴും ഈ ഫൈനൽ റേസ് നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഉണ്ട് കേട്ടോ, നല്ല കുഴപ്പ ഹാപ്റ്റിക് ഫീഡ്ബാക്കാണ്. മഴയും ഗ്രാഫിക്സൊക്കെ നൈസ്. ഞാൻ പറയേ സാധനം കേപ്പബിളാണല്ലേ. ഇതേപോലെ ഇരുന്ന് കളിക്കുക. സോ മഴയും ടെക്സ്റ്റേഴ്സും ഒക്കെ ഞാൻ പറയും നല്ല രസമായിട്ട് തന്നെ കാണും. ആ കാറിൻ്റെ ആ ഒരു റിഫ്ലക്ഷനും. സോ ഇറ്റ്സ് ആക്ച്വലി പ്രിറ്റി നൈസ് ടു പ്ലേ ദിസ് ഗെയിം. പക്ഷേ നമുക്ക് ലോങ് ടേം ഗെയിമിങ് പറ്റൂല. ഹെവി പ്രോസസ്സിങ് ഉള്ള ഗെയിമാണ്. ചൂടാവും, എങ്ങനെയായാലും ചൂടാവും. ഓക്കെ, ഇതിങ്ങനെയൊക്കെ ചെയ്യാവൂ. ചെറിയ ബോക്സ് ആക്കാൻ പറ്റുമോ? തൽക്കാലം പോട്ടെ. പിന്നെ നമുക്കിപ്പോൾ ഫുട്ബോൾ ഗെയിമുണ്ട്. ഫുട്ബോൾ ഗെയിം അപ്പം തന്നെ ഞാൻ ജസ്റ്റ് ആ കളി കുറച്ച് കളിച്ചേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഏറെക്കുറെ തൊട്ട് ഈ ഭാഗം ചൂടായിട്ടുണ്ട് ഗൈസ്. ഈ ഒരു സൈഡ് ഇവിടെ ഒരു ചെറിയൊരു വോംത്ത് ഫീലിംഗ് ഉണ്ട്. സോ ദിസ് ഫോൺ ഈസ് നോട്ട് ഇറ്റ്സ് എ ഗെയിമിംഗ് ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. ഒരു പക്ഷേ ഇനി ഇൻ ഫ്യൂച്ചർ ഇതുപോലത്തെ സ്ലിം ഫോണുകൾ ഇറക്കുന്നവർ നല്ല ഒരു VC കൂളിങ്ങും ഇതിൻ്റെ ഒരു പരിപാടിയൊക്കെ ആയിട്ട് വരുമായിരിക്കാം. ഇവിടെ വരുമ്പോൾ നമുക്ക് ചൈനക്കാരുടെ ഗെയിമിംഗ് പരിപാടി കാണാൻ പറ്റും. ഇവിടെ പെർഫോമൻസ് മാഡുണ്ട്. ഗെയിം മോഡിലോട്ട് ഇടുക, ഫുൾ ഇതിലോട്ട് പോവും. പക്ഷേ ഞാൻ പറയും നമ്മളെ മറ്റേ കളി ഇതില്ല. ഇപ്പോൾ ഞങ്ങളെ PUBG, BGMI തുടങ്ങിയ സാധനങ്ങളൊക്കെ ഈ ഒരു സാധനം വരും. എന്നിട്ട് ഇതിൽ പല പല ടൂൾസ് ഉണ്ട്. നമുക്ക് ഡു നോട്ട് ഡിസ്റ്റർബ് ഉണ്ട്, ബുള്ളറ്റ് നോട്ടിഫിക്കേഷൻ, മറ്റിങ്ങനെ ഓടിപ്പോണ സാധനം, സ്ക്രീൻ റെക്കോർഡിങ്, ഗെയിം ബൂസ്റ്റർ, ഗെയിം ഫിൽറ്റർ ഉണ്ട്, ബൈപ്പാസ് ചാർജിങ് ഉണ്ട്, ഗെയിം സ്പേസ്, മറ്റത് മറിച്ചത്, AI സെർച്ച്, മറ്റത് തേങ്ങ മാങ്ങ അതുപോലെ വാങ്ങുക ഒക്കെ ഉണ്ട്. ഇതെന്തൊരു അവന്മാരെന്തൊരു സാധനമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫുട്ബോൾ കളി എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും വലിയ ഗ്രാഫിക് പരിപാടിയുള്ള കളി അല്ലാത്തത് കൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല. അത്യാവശ്യം ഗോളേ ഗോള് കണ്ടാ നിങ്ങൾ എൻ്റെ ഒരു കാര്യം. ഇതുപോലെ നിങ്ങൾക്ക് കളിക്കാം. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ പരിപാടി. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് AI പരിപാടികളും എല്ലാം ഉണ്ട്. പക്ഷേ ജെമിനി ഗണേശൻ പരിപാടിയൊന്നും ഈ ഫോണിലില്ല, ചൈന ആയതുകൊണ്ട്. എനിക്ക് ഈ ക്ലോക്ക് ഭയങ്കര ഇഷ്ടപ്പെടാണ്ട്. സെക്കൻഡ് സൂചി പോകണുണ്ടാടെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല പേഴ്സണാലിറ്റി ഉള്ള കുറേ ക്ലോക്കും ബഹളവും. പിന്നെ ഇങ്ങനത്തെ ഒരു ആപ്പ് ഡ്രോയറാണ് വരുന്നത്. ആപ്പിളിൽ നിന്ന് അടിച്ചു മാറ്റി തന്നെയാണ്, യാതൊരു ഇതും വേണ്ട. ട്രാൻസ്പാരൻറ്റ് പരിപാടി ആപ്പിളിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ ഒരു പ്രത്യേകത. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് ടു ടോക്ക് അബൌട്ട് ഓണർ മാജിക് 8 Pro Air. 3D മാർക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഇതിനകത്ത് ചെയ്യാൻ പോലും പറ്റിയില്ല. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫോൺ ഭയാനകമായി ചൂടാവുന്നില്ല. പക്ഷേ ഫോണ് മനസ്സിലാക്കും ഇതൊരു ഹൈ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സാധനമാണ്, അത് നമ്മളുടെ ഈ സാധനം കേപ്പബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആപ്പിനെ തന്നെ ക്രാഷ് ചെയ്യിപ്പിക്കുന്നതാണ് ഞാൻ അവിടെ കണ്ടത്. ആൻറ്റിറ്റ്യൂ സ്കോറൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ഒരു ആൻറ്റിറ്റ്യൂ സ്കോർ തന്നെയാണ് ഇവിടെ കിട്ടിയത്. ഏകദേശം I got around 3.4 million ആൻറ്റിറ്റ്യൂ സ്കോറൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു. സോ അതാണ് എനിക്ക് പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ ഒരു ബാറ്ററി ലൈഫ് ആയിക്കോട്ടെ, ഇറ്റ്സ് വെരി നൈസ്. ഇതിൻ്റെ ഫ്രണ്ട് ഫേസിങ് ക്യാമറ 50 മെഗാപിക്സലാണ്. യു ക്യാൻ ടേക്ക് സം റിയലി ഗുഡ് സെൽഫീസ് വിത്ത് ദിസ് പെർട്ടിക്കുലർ ഡിവൈസ്. 4K വീഡിയോസ് നിങ്ങൾക്ക് സപ്പോർട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറയിൽ 4K 60 വരെ നമുക്ക് സപ്പോർട്ട് വരുന്നുണ്ട്. ബാക്ക് ക്യാമറയെ പറ്റി പറയാനാണെങ്കിൽ 4K 60 തന്നെയാണ് ഇതുള്ളത്. 8K ഇല്ല, 120 FPS ഇല്ല. ബാക്കിൽ 64 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോയും 50 മെഗാപിക്സലിൻ്റെ സെൻസറും. ഈ ഫോൺ വെച്ച് എടുക്കുന്ന ഫോട്ടോസിനൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ട്. പക്ഷേ ഇവർ ഈ പറഞ്ഞ 64 മെഗാപിക്സലിന് അവർ കൊടുത്തേക്കുന്ന സെൻസർ സൈസൊക്കെ വലുതാണ്. 1:1.2 എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ഫോട്ടോ എടുത്ത സമയത്ത് അങ്ങനെ ഒരു വലിയ സെൻസറിൽ നിന്ന് വരുന്ന ഒരു ഫീലൊന്നും എനിക്ക് കിട്ടിയില്ല. ബട്ട് സ്റ്റിൽ ഈ പറയുന്ന ഓണറിൻ്റെ പ്രോസസ്സിങ് നല്ലതായതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസ് നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോസായിട്ട് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. സോ ഇതിൻ്റെ ക്യാമറ ഈസ് കേപ്പബിൾ. ഓക്കെ, ഇതിൻ്റെ വീഡിയോ എടുക്കുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ലെന്നേ ഉള്ളൂ. ഞാൻ പറയാം, ഒരിക്കലും ഐഫോണിൻ്റെ ഒന്നും ലെവലിലൊന്നും ചിന്തിക്കരുത്. ഇതിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള അത്യാവശ്യം തരക്കേടില്ലാത്ത വീഡിയോസ് നിങ്ങൾക്ക് ഈ ഫോണിൽ എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വൈഫൈ പരിപാടിയൊക്കെ അത്യാവശ്യം നൈസാണ്. ഞാനിപ്പോൾ എൻ്റെ ബാങ്കിങ് ആപ്സൊക്കെ ഞാൻ ഇതിലായിട്ട് ഇട്ടിട്ടുണ്ട്. അതൊക്കെ നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റേ പറയുന്നത് ഹെവി പരിപാടിയായ വീഡിയോ കോൾ ചെയ്യാനൊക്കെ ഒരു കുഴപ്പമില്ല. ഇൻസ്റ്റാഗ്രാം വ്യൂ ചെയ്യാനായിട്ട് ഒരു കുഴപ്പമില്ല. യൂട്യൂബ് കാണുന്നതിലും ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ സൗണ്ട് ഒത്തിരി കുറവാണ്, ബിക്കോസ് 6.3 ഇഞ്ചസ് ആയതുകൊണ്ടായിരിക്കാം. ഇതിൻ്റെ സ്റ്റീരിയോ സ്പീക്കറിൻ്റെ സൗണ്ട് ഭയങ്കര ലൗഡല്ല, ബട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അവർ ട്വീക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. ഇത്രയേ ഉള്ളൂ. ഇത് ഭയങ്കരമല്ല, മനസ്സിലായില്ലേ?
പക്ഷേ അത്യാവശ്യം നല്ല ട്യൂൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ ലൗഡല്ല, സ്റ്റീരിയോ സ്പീക്കറാണ്. ഈ അണ്ണനെ പോലെ സ്റ്റീരിയോ സ്പീക്കറല്ല, ഇതിൽ സ്റ്റീരിയോ സ്പീക്കറേ ഇല്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു പരിപാടിയാണ് ഇതിൻ്റെ. ഞാൻ ഒരു 3-4 ദിവസമായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഐ എം വെരി ഹാപ്പി വിത്ത് ദിസ് പെർട്ടിക്കുലർ ഡിവൈസ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ചൈന ഫോണാണ്. ഇത് അവർ ഗ്ലോബലിൽ ഇറക്കിയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ ഫോണുകളാണ് ഇഷ്ടം. ചെറുതുമായിരിക്കണം, എന്നാൽ നമ്മുടെ പോക്കറ്റിൽ കിടക്കരുത്. ദാറ്റ് ഷുഡ് ബി ദ ഫ്യൂച്ചർ. ആൻഡ് വിത്ത് 5500 mAh ഐ എം ഹാപ്പി വിത്ത് ദ ഡിവൈസ്. എനിക്ക് മറ്റേ 10 ദിവസമൊന്നും ബാറ്ററി വേണ്ട, എനിക്ക് 10000 mAh ഒന്നും വേണ്ട, എനിക്ക് 5500 തന്നാൽ മതി. മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ്സ് ലൈക്ക് ദിസ്, സ്ലിം ആൻഡ് സ്ലീക്ക്, വെരി കൺവീനിയൻറ്റ്. നമുക്ക് നമ്മളുടെ പോക്കറ്റിലൊരു 2 കിലോ കിടക്കണമെന്ന് ഫീൽ തരരുത്. ഞാൻ പറയാം, എനിക്ക് സത്യമായിട്ട് ഞാൻ പറയണം, ഈ അണ്ണൻ ഒരു ക്യാമറ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, അൾട്രാ വൈഡും ഉണ്ടെങ്കിൽ ഞാൻ ഇത് യൂസ് ചെയ്യത്തുള്ളൂ. എനിക്ക് ഇതിൽ എല്ലാം ഉള്ളത് കൊണ്ട് എനിക്കിതിലെ പോരായ്മകൾ എനിക്കൊരു വിഷയമല്ല. അതായത് ചെറിയ ബാറ്ററി ആയിക്കോട്ടെ. വേറൊരു കേസുണ്ട് കേട്ടോ, ഈ ഫോണിന് പെർഫെക്റ്റായിട്ട് ഇറക്കിയതാണ് ഷൗമിയിൽ ഏതാണ്ട് ഈ 5000 mAh ഈ സാധനം. അതായത് ഒരു അടിപൊളിയായിട്ട് നമുക്കിതും വെച്ചുകൊണ്ട് നടക്കാം. വലിയ തിക്നെസ്സിൽ ഇതും സ്ലിം ആയിട്ടുള്ളൊരു പവർ ബാങ്ക് 5000 mAh. സോ I would have definitely went with this phone instead of 17. ഒരു ക്യാമറ, എനിക്ക് സ്റ്റീരിയോ സ്പീക്കറും വേണ്ട, ഭയങ്കര ബാറ്ററിയും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ പറയും, ഇത് വ്ളോഗ് എടുക്കാനാണ് ഞാൻ എടുക്കണം. ഒരു അൾട്രാ വൈഡും 48-ൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ഫോണേ യൂസ് ചെയ്യുള്ളൂ. ഇതും പെയർ ചെയ്തിട്ട് ഇങ്ങനെ നടക്കും. ഇത് രസം നോക്കിയാണ്. ജസ്റ്റ് ഇമാജിൻ. മിക്കവാറും ഈ വർഷം ആപ്പിൾ എയർ 2 ഇറക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ ഗോ ടു ഫോൺ എയർ ആയിരിക്കും. ഞാൻ ചുമ്മാ പറയുന്നതല്ല. ഞാൻ ഇതിനെ വേസ്റ്റ് ഫോൺ എന്നൊക്കെ പറഞ്ഞാലും അത് എന്തുകൊണ്ടാണെന്നുള്ള റീസൺ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ചില സാധനങ്ങൾ എനിക്കിതിനെ പ്രൈമറി ഫോണാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ക്യാമറ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിതെടുത്തേനെ. കാണാൻ ഞാൻ ഇപ്പോഴും പറഞ്ഞ ഒരു ഐഫോൺ എന്നുള്ള ഒരു രീതി നോക്കുമ്പോൾ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫോൺ ഈ ഐഫോൺ ഇതാണ്, ഐഫോൺ എയറാണ് ഈ വർഷം ഇറങ്ങിയതിൽ. ബട്ട് ദിസ് ഫോൺ ഇസ് ഫാൻറ്റാസ്റ്റിക്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഓണർ ഗ്ലോബലിൽ ഇറക്കിയില്ല. അറിയാമല്ലേ, ഓണറിൻ്റെ ഒരു കൊണയാണ് അത്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും നല്ലൊരു ഫോൺ ഗ്ലോബലിൽ ഇറക്കണമായിരുന്നുണ്ട് എൻ്റെ പൊന്നു ഓണറെ എന്നാണ് ഞാൻ ഇവിടെ എടുത്ത് പറയാൻ പോണത്. എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു ഗൈസ്. ലൈക്ക് ഐ സെഡ്, ഒരു ചെറിയ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ അവൈലബിലിറ്റി ഈസ് നോട്ട് ദാറ്റ് മച്ച്. നിങ്ങൾ ചൈനയിലുള്ളവരാണ്, നിങ്ങൾ ചൈനയിൽ പോകുന്നുണ്ട്, നിങ്ങൾക്ക് സാഹിൽ ഭായിയുടെ അക്കൗണ്ട് ഉണ്ട്, ആ പുള്ളിയെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇത് സെറ്റ് ചെയ്ത് തരും. അങ്ങനെയുള്ളവർ ദുബായിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ഇവിടുത്തെ ലോക്കൽ ഓണർ സ്റ്റോറിൽ ഇതിനെന്തെങ്കിലും പറ്റിയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ കൈമലത്തും. അതൊക്കെ മനസ്സിൽ വെച്ചേക്കുക. സപ്പോർട്ടും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. ബൈ. പിന്നെ ഞാൻ ഒരു ഫോൺ കാണിച്ചു തരട്ടെ. ഏതാ? ഓ ഹാൻഡി കേട്ടാ, ഭയങ്കര വെരി ഹാൻഡി. എന്നാ എല്ലാം ഉണ്ട്. തിളങ്ങുന്നെന്തോ കണ്ടിട്ട് ഇറങ്ങിയതാ. നല്ല അടിപൊളി സാധനം, ക്യൂട്ട് ഫോൺ. ഇതൊന്ന് ബാക്ക് പോക്കറ്റിൽ ഇട്ടിരുന്നു കഴിഞ്ഞാല് സ്റ്റൈല് ഫോൺ. ഈ ഫോൺ എങ്ങനെയുണ്ട്? ഈ ഫോൺ എങ്ങനെയുണ്ട്? ഫോൺ കൊള്ളാം, നല്ല വെയിറ്റ് ഉണ്ട്. ഫോൺ എങ്ങോട്ടല്ലോ വെച്ചല്ലേ ഞാൻ റിവ്യൂ ചെയ്തേ. ഇതിന് വലിയ വിലയോ? എടാ ഇത് ഒട്ടും വെയിറ്റ് $1000 സ്ലീക്കി മതി.